നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 21 വെള്ളി. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. നാഗ്പൂർ കലാപവും സംഘപരിവാർ അജണ്ട. അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമായ വിദ്വേഷ വ്യാജ പ്രചാരണങ്ങളിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്നത് സംഘപരിവാറിന്റെ മുഖമുദ്രയാണ്. ഓരോ സംസ്ഥാനത്തും ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങളെ അപരന്മാരായി മാറ്റാനാണ് ശ്രമിക്കുന്നത്. BJP സർക്കാരിന്റെ സർവ്വവിധ ഒത്താശയോടുകൂടിയാണ് രാജ്യത്ത് പല ഭാഗത്തും കലാപവും അട്ടിമറി പ്രവർത്തനങ്ങളും നടത്തുന്നത്. ചരിത്ര വസ്തുതകളെ മറച്ചുവെച്ച് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും BJP മുഖ്യമന്ത്രിമാരും തുടർച്ചയായി നടത്തുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വർഗീയ സംഘർഷങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഛത്രപതി സംഭാജി നഗർ ജില്ലയിലെ ഗുൽദാബാദിലുള്ള മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ പ്രതിഷേധങ്ങളാണ് കലാപത്തിലേക്ക് നയിച്ചത്. RSS ആസ്ഥാനമായ നാഗ്പൂരിലെ സംഘർഷം സ്വയമേവയുള്ള പൊട്ടിത്തെറികളല്ലെന്നും ആസൂത്രിതമായിരുന്നെന്നും വ്യക്തമാവുകയാണ്. ഔറംഗസേബിന്റെ ശവകുടീരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്മാരകമാണ്. ഇത് നീക്കം ചെയ്യണമെന്ന് ഏറെ നാളായി സംഘപരിവാർ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും BJPയും അവരുടെ സഖ്യകക്ഷികളും ഇതിനെ പ്രചാരണ വിഷയമായി ആവർത്തിച്ചു ഉപയോഗിച്ചു. മാർച്ച് 3 മഹാരാഷ്ട്ര നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചതു മുതൽ സംഘർഷത്തിനുള്ള നീക്കം ആരംഭിച്ചിരുന്നു. ഭരണസഖ്യത്തിൽ നിലനിൽക്കുന്ന രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും സർക്കാരിനെതിരെയുള്ള ജനരോഷത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് കലാപ അന്തരീക്ഷം സൃഷ്ടിച്ചത്. സംസ്ഥാനത്തെ വിദർഭ ഉൾപ്പെടെയുള്ള മേഖലകളും പണപ്പെരുപ്പം, കാർഷിക ആത്മഹത്യകൾ, സാമ്പത്തിക ദുരിതങ്ങൾ എന്നിവയാൽ വലയുകയാണ്. ജനങ്ങളുടെ അടിയന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ഭരണകക്ഷി നേതാക്കൾ പ്രകോപനപരമായ പ്രസംഗങ്ങൾ ആവർത്തിക്കുകയായിരുന്നു. സത്താറയിലെ BJP MP ഉദയരാജെ ഭോസ്ലെ സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ചില മന്ത്രിമാരും ഭോസ്ലെയെ പിന്തുണച്ച് രംഗത്ത് വന്നു. BJP നേതാവും മുൻ പാർലമെന്റ് അംഗവുമായ നവനീത് റാണയും ഔറംഗസേബിന്റെ ശവകുടീരം മഹാരാഷ്ട്രയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഇതോടെ സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് BSPയും ബജ്രംഗദളും തെരുവിലിറങ്ങി. സർക്കാർ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ കർസേവ നടത്തുമെന്നും പ്രഖ്യാപിച്ചു. ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ചാവ എന്ന ബോളിവുഡ് ചലച്ചിത്രവും തീവ്ര ഹിന്ദുത്വ ശക്തികൾക്ക് പ്രചോദനമായി. ഛത്രപതി സംഭാജിയുടെ കീഴിലുള്ള മറാഠികളും ഔറംഗസേബിന്റെ കീഴിലുള്ള മുഗളരും തമ്മിലുള്ള സംഘർഷത്തെ ചിത്രീകരിക്കുന്ന ചാവ വൻ സാമ്പത്തിക വിജയം കൈവരിച്ചതിനൊപ്പം സിനിമ ഹാളുകളിലും പുറത്തും അസാധാരണമായ വർഗീയ അന്തരീക്ഷം സൃഷ്ടിച്ചു. സിനിമ പ്രദർശിപ്പിച്ച തിയേറ്ററുകളിൽ വിദ്വേഷ മുദ്രാവാക്യം വിളികൾ ഉയർന്നു. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആവശ്യാനുസൃതം രൂപപ്പെടുത്തിയ ചാവ ചരിത്ര വസ്തുതകളെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പാകപ്പെടുത്തി അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. സമീപകാലത്ത് ഇത്തരത്തിൽ സമൂഹത്തെ വിഷലിപ്തമാക്കുന്ന നിരവധി ചലച്ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദ കശ്മീർ ഫയൽസ്, ദ കേരള സ്റ്റോറി, ദ വാക്സിൻ വാർ, ആർട്ടിക്കിൾ 370, ദ നക്സൽ സ്റ്റോറി, സ്വതന്ത്ര വീർ സർവർക്കർ, JNU, ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി, സ്മാർട്ട് പൃഥ്വിരാജ്, ദ സബർമതി റിപ്പോർട്ട് തുടങ്ങിയ സിനിമകളെല്ലാം വർഗീയ വിദ്വേഷ പ്രചാരണത്തിനു വേണ്ടിയായിരുന്നു. 3 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിൽ നിരവധി വീടുകളും സ്ഥാപനങ്ങളും വാഹനങ്ങളും അഗ്നിക്കിരയാക്കി. നിരവധി പേർക്ക് പരിക്കേറ്റു. കോട്വാലി, ഗണേഷ്പേട്ട്, തഹസിൽ, ലഗ്ധഗഞ്ച്, പച്പയോളജി, ശാന്തിനഗർ, സഖാർദാര, നന്ദൻവാർ, ഇമാംവാദ, യശോധര നഗർ, കപിൽ നഗർ എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കർഫ്യൂ തുടരുകയാണ്. നിരവധി പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും പൂർണ്ണമായും സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്ന പ്രചാരണം അഴിച്ചുവിട്ട് ഹിന്ദുത്വ തീവ്രവാദികൾ സംഘടിതമായി മുസ്ലിം വിരുദ്ധ വികാരം ആളിക്കത്തിച്ചതാണ് മഹാരാഷ്ട്രയിൽ ധ്രുവീകരണം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. വർഗീയ വികാരം ആളിക്കത്തിക്കുന്ന നിലപാടായിരുന്നു മഹാരാഷ്ട്ര സർക്കാർ തുടക്കം മുതൽ സ്വീകരിച്ചത്. പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ മുതലെടുപ്പിനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. നിന്ദ്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ചരിത്രത്തെ ചൂഷണം ചെയ്ത് കലാപം സൃഷ്ടിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.